ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജൂൻജിസ് വൈ. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഒരു കുഞ്ഞു ബ്ലോഗാണ് ചെയ്യാൻ പോണത്. കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഇന്ന് തൃശ്ശൂരുള്ള നെഹ്റു പാർക്കിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് ബസ് കാത്തിക്കാണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി നമുക്ക് തൃശ്ശൂർ എത്തിയിട്ട് കാണാം. ഞങ്ങളങ്ങനെ തൃശ്ശൂർ എത്തി. ഇന്ന് ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല, റോഡിലൊന്നും അങ്ങനെ അധികം ആൾക്കാരൊന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമുക്കിനി ചേച്ചിയും ഉണ്ണിയോളും വരാനുണ്ട്. അപ്പോൾ നമ്മൾ അവരെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ദാ ഈ നീല ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അത് തിരിച്ചു പോയി. ദാ അവിടെ നിന്ന് ഒരു നീല ബസ് വരുന്നില്ലേ, ആ ബസ്സിലാണ് നമ്മുടെ ചേച്ചിയും ഉണ്ണിയോളും ഉള്ളത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ അങ്കളും പപ്പല്ലാതെ ഒറ്റയ്ക്ക് പുറത്ത് പോണത്. ദാ അവരെത്തി. എന്താവും എങ്ങനെയാവും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു റിസ്കിൽ പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെഹ്റു പാർക്ക്. ബാക്കി വിശേഷം നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം. രണ്ട് സൈഡിലും ഇതുപോലെ ബുഷൊക്കെ വെച്ച് നല്ല സൂപ്പറാണ് കേട്ടോ ഇവിടെ കാണാൻ. എവിടെ നോക്കിയാലും കോളേജ് കുട്ടികൾ അവിടെ ഇരിക്കാനും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും ഇവിടെ വന്നാൽ. പിന്നെ ഞങ്ങളിതാ നേരെ പോയത് ഇങ്ങോട്ടാണ്. ഞങ്ങളിടയ്ക്ക് ട്രിപ്പൊക്കെ പോകുന്നതാണ്, പക്ഷേ ഇപ്രാവശ്യം ഒന്നിനും പറ്റിയില്ല. ഓണത്തിൻ്റെ സമയത്തൊക്കെ നമുക്ക് പനിയായിരുന്നു, അപ്പോൾ ഒരുത്തിക്കും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവരെയും കൊണ്ടൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. വൈകിട്ടത്തേക്ക് ഒരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദാ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചാൽ കുറേ നമ്മുടെ കേശു വന്നു ഫസ്റ്റ്. അവൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൻ മാത്രമല്ല, എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. കുറേ സ്ഥലങ്ങളുണ്ടല്ലോ കളിക്കാൻ. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കലായിരുന്നു. ഈ പിള്ളേരുടെ നോക്കലാ ഏറ്റവും മെനക്കെട്ട പണി. കേശു വെച്ചാൽ നല്ല കുറുമനതേ. ഒരുത്തൻ കണ്ടില്ലേ പൊത്തി പിടിച്ച് കയറാൻ പോയത്. കുറേ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ അവിടെ. ഒന്നും അത്ര വേഗം ബോറടിക്കൊന്നുമില്ല. അപ്പോൾ ഇതാ അങ്ങനെ അവരവിടെ നല്ല ആർത്തുല്ലസിച്ച് കളിക്കുകയാണ്. പിന്നെ കേശുവിനെ നോക്കലായിരുന്നു ചടങ്ങ്. അവനാണെച്ചാൽ എല്ലാ കുട്ടികളെയും ഇങ്ങനെ ഉന്തിയിടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കണം. പിന്നെ ഈ ഫിഷിൻ്റെ കണ്ടോ, ഇത് കേശുവിന് ആദ്യം പേടിയായിരുന്നു. പിന്നെ ചേച്ചിയും ചേട്ടനും കയറണം കണ്ടപ്പോൾ അവനും കൂടെ ഒരു രസത്തിന് കയറിപ്പോയി. ഇങ്ങനെയൊക്കെയല്ലേ നേരം പോവല്ലേ. നല്ല ഭംഗിയുണ്ട് അതെന്തായാലും. ഇവിടെ നിറയെ ഇതുപോലെ ഓരോരോ സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ വലിയൊരു ഒഴുകണതുണ്ട്, പിന്നെ സീസോ, ഊഞ്ഞാൽ, അങ്ങനെ തീരെ ബോറടിക്കില്ല നമുക്കും അവർക്കും. ഇതിലൊക്കെ കയറുമ്പോൾ സൂക്ഷിക്കണേ, നിലത്ത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിള്ളേരല്ലേ, അവർക്ക് അത്രയ്ക്ക് അറിയില്ലല്ലോ. എന്നാലും ദേ എല്ലാവരും പൊത്തിപ്പിടിച്ച് കയറി കുറച്ച് നേരം അതിൽ എൻജോയ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ വേറൊരു സംഭവം കാണിച്ചു തരാം. കണ്ടോ, ഈ കുട്ടി എന്ത് രസമായിട്ടാണ് പോണേ. ഞങ്ങളത് ട്രൈ ചെയ്തു കേട്ടോ, പക്ഷെ അബ്രോണ് മാത്രമേ അത് പറ്റുള്ളൂ. ബാക്കി രണ്ടുപേരും തോൽവി സമ്മതിച്ച് പിന്മാറി. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ പാർക്കിലേക്ക് വരുന്നത്. ട്രിപ്പ് പോകാറുണ്ട്, പക്ഷെ പാർക്കിലേക്ക് പോണത് ആദ്യമാണ്. തൃശ്ശൂർ തന്നെയാണ് വീട്. തൃശ്ശൂർ തന്നെ ഇത്രയും നല്ലൊരു പാർക്ക് ഉണ്ടായിട്ട് ഞങ്ങൾ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നല്ല ഗാർഡനും ഒരു പൂളും ഒക്കെ ഉണ്ട്, മീനൊക്കെ ഇട്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ എല്ലാം ഒന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല. നമുക്ക് അതിനുള്ള സമയമില്ല. 6:30ക്കാണ് നമ്മുടെ സിനിമയുടെ ഷോ തുടങ്ങുക. അപ്പോൾ അങ്ങോട്ട് പോകണം. അതിനിടയിൽ ഇത് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒന്ന് ചില്ലായി അങ്ങനെ ഇരിക്കുകയാണ്. ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. കേശു അവിടെയുള്ള ഗാർഡനിൽ എല്ലാ ചുള്ളിക്കമ്പും പറക്കി പറക്കി കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ അവൻ ആ വിറകുകൾ ശേഖരിക്കുക. അബ്രിയ അപ്പോഴേക്കും ഒരു മരത്തുമ്മ കയറി പൊത്തിപ്പിടിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വാണിംഗ് കിട്ടിയിട്ടോ ഇറങ്ങാൻ പറഞ്ഞിട്ട്. ഇത് നമ്മുടെ പതിവ് പല്ലവി, എവിടെ പോയാലും റീൽസ് ഓളികളാണല്ലോ. അപ്പോൾ നമ്മൾ റീൽ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ചെയ്യാണ്. അത്രയൊക്കെ ഉള്ളൂ. ബായ്.